തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരായ നടപടികൾ കർശനമാക്കുവാൻ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലും ഒക്ടോബർ 1 മുതൽ ലഭ്യമാകില്ല. നടപടികളുമായി പൊതുജനങ്ങളും ഉപഭോക്താക്കളും വ്യാപാരി സമൂഹവും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അഭ്യർത്ഥിച്ചു. ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകൾ പാർസൽ വിതരണത്തിനും ഒക്ടോബർ 1 മുതൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി ഉടമ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽക്കാനോ സൗജന്യമായി നൽകാനോ പാടില്ല. ആവശ്യക്കാർക്ക് തുണിസഞ്ചി പോലെ ബദൽ സംവിധാനങ്ങൾ വിലയ്ക്ക് നൽകാം. ഹോട്ടലുകളിൽ പാർസൽ വിതരണത്തിന് കവറുകൾക്ക് പകരം പാത്രങ്ങൾ ഉപയോഗിക്കണം. പാത്രങ്ങൾ കൊണ്ടുവരാത്തവർക്ക് ഡെപ്പോസിറ്റ് വ്യവസ്ഥയിൽ പാത്രങ്ങൾ ലഭ്യമാക്കുവാൻ സൗകര്യമൊരുക്കാവുന്നതാണ്. ഒക്ടോബർ 15 മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്ന് കലക്ടർ അറിയിച്ചു. ഭക്ഷണവും മറ്റ് സാധനങ്ങളും വാങ്ങാനെത്തുന്നവർ ആവശ്യമായ പാത്രങ്ങളും സഞ്ചികളും കൈവശം കരുതാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണം. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ യോഗവും ഇന്നലെ കളക്ടറേറ്റ് വിളിച്ചു ചേർത്ത ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സഹകരണം തേടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.